തീർച്ചയായിട്ടും നിഷ. കാരണം ഈ PSC അംഗങ്ങൾ വല്ലാത്ത പ്രയാസം അനുഭവിക്കുകയാണ്. കാരണം അവർക്ക് വ്യാഴാഴ്ചയും ഞായറാഴ്ചയും പ്രത്യേകിച്ച് പണിയില്ല. പക്ഷെ ബാക്കി എല്ലാ ദിവസവും അവർ കഠിന പ്രയത്നം ചെയ്യാണ്. അതുകൊണ്ട് അവർക്ക് അവരുടെ ആ ജോലിയിൽ നിന്ന് അവരെ മാറ്റിയിട്ട് ആ ആശാ വർക്കർമാരുടെ ജോലി കൊടുക്കുകയും ആ സുഖലോലുപതയിൽ ജീവിക്കുന്ന ആശാ വർക്കർമാരെ സെക്രട്ടേറിയറ്റിന്റെ നടക്കൽ നിന്നുള്ള സമരത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് PSC മെമ്പർമാരാക്കണം. അവരും അനുഭവിക്കണമല്ലോ ഈ പ്രയാസം. ഇപ്പൊ അരുൺകുമാർ പറയുന്നത് എന്താ, 30% കൊടുത്തു ജോലി, അത് വലിയ നേട്ടമാണ്, വലിയ സംഖ്യയാണെന്ന്. ഇനി ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ചിലതിന് 2.5 മാസം, ചിലതിന് 1.5 മാസം, ചിലതിന് 4 മാസം ഒക്കെ ഉള്ളൂ. അതിനുള്ളിൽ, അതായത് 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റിയത് 30% പേർക്കാണ് നിയമനം കൊടുക്കാൻ പറ്റിയത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 8 എന്നുള്ള ഒരു എണ്ണം വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടാതെ പോകുമ്പോൾ വീണ്ടും എങ്ങനെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? അരുൺകുമാർ പറഞ്ഞ ന്യായം അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാതെ വേറെ വേക്കൻസി ഇല്ലാത്തത് കൊണ്ടായിരിക്കണം. സ്വാഭാവികമായിട്ടും. അല്ല, നിങ്ങൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നു, നിയമനം കൊടുക്കാതെ, അഡ്വൈസ് മെമ്മോ കൊടുക്കാതെ വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നു. ആ കാലാവധി കഴിയുമ്പോൾ അത് മാറ്റുന്നു, പുതിയ ടെസ്റ്റ് വിളിക്കുന്നു. അങ്ങനെ ചെറുപ്പക്കാരെ ചുമ്മാ ഇങ്ങനെ നിങ്ങൾ വഴിനീളം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ള ഒരു ഡെമോഗ്രാഫിക് ഡാറ്റ അനുസരിച്ചിട്ട് എന്താ, കേരളത്തിലെ പോപ്പുലേഷന്റെ ഏജിങ് കൂടുകയാണ്. പ്രായമായവരുടെ എണ്ണം കൂടുന്നു, ചെറുപ്പക്കാർ നാട് വിട്ടു പോകുന്നു. ഇവിടെ നാട്ടിലുള്ള ആളുകളിൽ തന്നെ വളരെ കുറച്ച് ആളുകളാണ് സർക്കാർ സർവീസിന് വേണ്ടിയിട്ട് PSC ടെസ്റ്റ് എഴുതി കാത്തു നിൽക്കുന്നത്, അല്ലെ? അപ്പൊ നിങ്ങൾ ഈ പറയുന്ന കണക്കുകളൊക്കെ വലിയ പ്രയാസകരമാണ്. നിങ്ങൾ ചെറുപ്പക്കാരെയാണ് അഡ്രസ് ചെയ്യുന്നത്. 62 ദിവസത്തെ സമരം, സെക്രട്ടേറിയറ്റ് നടക്കില്ല സമരം അവസാനിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കണ്ടതല്ലേ നിഷ, അവർ പെരുമഴയത്ത് കണ്ണീർ മഴയുമായിട്ട് 14,000-ഓളം CPO റാങ്ക് ലിസ്റ്റിലെ ചെറുപ്പക്കാർ വീട്ടിലേക്ക് പോയത്. ഒരു ദിവസം പോലും ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ ഈ ഒച്ചിഴയുന്ന വേഗത്തിൽ നിയമന ശുപാർശ നടത്താൻ സർക്കാരിന് സാധിച്ചില്ല. എന്നിട്ടാണ് PSC മെമ്പർമാരുടെ മേന്മയെ കുറിച്ച് പറയും. ഞാൻ അതവിടെ വിടുകയാണ്. അരുൺകുമാർ കുറെ കാര്യങ്ങൾ പറഞ്ഞു, വികസനത്തെക്കുറിച്ച്, വ്യവസായ രംഗത്തെ വിസ്ഫോടനത്തെക്കുറിച്ചൊക്കെ. 2 മിനിറ്റ് കൊണ്ട് വ്യവസായം തുടങ്ങാൻ പറ്റുമെന്ന് അരുൺകുമാർ, എന്റെ പേഴ്സണൽ അഭിപ്രായം, 2 മിനിറ്റ് കൊണ്ട് കേരളത്തിൽ ഒരാളും വ്യവസായം തുടങ്ങണ്ട. അതെങ്ങനെ നിങ്ങൾ 2 മിനിറ്റ് കൊണ്ട് തുടങ്ങണേ? വേണ്ടത്ര പരിശോധനകൾ നടത്തണ്ടേ? ഒരു വ്യവസായം നടത്താൻ വരുന്ന ആള് പണ്ട് ആഴക്കടൽ മത്സ്യബന്ധനം നടത്താൻ വന്നവനെ പോലെ, ഷിജു എംബറീസിനെ പോലെ തട്ടിപ്പുകാരനാണോ, വാടകയ്ക്ക് എടുത്ത കോട്ടിട്ട് വന്നതാണെന്ന് എങ്ങനെ തിരിച്ചറിയും ഒരു സർക്കാർ സംവിധാനം? 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എങ്ങനെ ലൈസൻസ് കൊടുക്കുന്നത്? ഞാനും നിങ്ങൾ ഈ പറഞ്ഞ K-Swift രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഒരാളാ. 2 മിനിറ്റ് കൊണ്ട് ഒരു രജിസ്ട്രേഷൻ നടക്കില്ല. അല്ല, അരുൺകുമാർ എന്നെ കാണിച്ചു തരണം 2 മിനിറ്റ് കൊണ്ട് നടക്കുമെന്ന്. ഞാൻ ഈ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആളാ. ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു 1/4 മണിക്കൂർ പണിയുണ്ട്. അത് കഴിയുമ്പോൾ 2 മിനിറ്റിനുള്ളിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. ആ 2 മിനിറ്റിനുള്ളിൽ എന്റെ ക്രെഡിബിലിറ്റി നിങ്ങൾ സർക്കാർ സംവിധാനം എങ്ങനെ പരിശോധിച്ചു? നിങ്ങൾ ഈ മദ്യ കമ്പനിക്ക് ലൈസൻസ് കൊടുത്തതുപോലെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് കമ്പനിക്ക് ലൈസൻസ് കൊടുക്കുക അങ്ങനെ കൊടുക്കേണ്ടെന്നേ. വേണ്ടത്ര പരിശോധന നടത്തി സമയമെടുത്ത് കൊടുത്താൽ മതി. ഒരാഴ്ചയോ അല്ലെങ്കിൽ 5 ദിവസമോ 2 ദിവസമൊക്കെ എടുത്ത് പരിശോധിച്ചിട്ട് കൊടുക്കൂ. നിങ്ങൾ 2 മിനിറ്റിൽ വ്യവസായശാലകൾ തുടങ്ങാൻ അനുമതി കൊടുത്തതെന്ന് പറഞ്ഞാൽ 3 ലക്ഷത്തി ജില്ലാ എണ്ണത്തിന്റെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രി പറഞ്ഞു. എന്റെ പഞ്ചായത്തിൽ, എറണാകുളം ജില്ലയിലെ അയ്യമ്പഴ പഞ്ചായത്തിൽ എത്ര വ്യവസായശാലകൾ വന്നു, എത്ര സംരംഭം വന്നു എന്ന് അറിയാനുള്ള അവകാശമുണ്ട്. വിവരാവകാശം നിയമമായിട്ടുള്ള ഒരു രാജ്യത്തിരുന്ന ഞാൻ സംസാരിക്കുന്നത്. അരുൺകുമാറിന് പറയാൻ പറ്റുമോ? അരുൺകുമാറിന്റെ പഞ്ചായത്തിൽ എത്ര വ്യവസായശാലകൾ, എത്ര സംരംഭങ്ങൾ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ തുടങ്ങി എന്ന് എണ്ണവും പേരും വെച്ച് പറയാൻ പറ്റില്ല. കേരളത്തിൽ ആരും കാണാത്ത ഒരു കണക്ക് വ്യവസായ മന്ത്രി അങ്ങ് ഡിജിറ്റലായിട്ട് കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാതെ വിചാരിച്ചിരിക്കുന്നത്. ഇനി അരുൺകുമാർ GDPയുടെ ഡെഫിനിഷൻ 3 ദിവസമായി മാറി മാറി വിവിധ ചാനലിൽ അരുൺകുമാർ GDPയുടെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. 3 ലക്ഷത്തിലധികം സംരംഭങ്ങൾ ഒരു സംസ്ഥാനത്ത് ആരംഭിച്ചാൽ സ്വാഭാവികമായിട്ടും GDPയിൽ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. GDPയിലെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ നടന്നാൽ മാത്രമല്ല, ഗുഡ്സ് ആൻഡ് സർവീസസ് എല്ലാത്തിന്റെയും വാല്യൂ അളക്കപ്പെടും GDPയിൽ. പ്രൊഡക്ഷന്റെ മാത്രമല്ല. അരുൺകുമാർ GDPയുടെ ഡെഫിനിഷൻ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാ. അപ്പോ ഒരു വ്യവസായ സംരംഭം വന്നാൽ, അവിടെ ഒരാളെ കൂലിക്ക് നിർത്തിയാൽ, അവിടെ ഒരു സ്വീപ്പർ വന്നാൽ, ആ അടിച്ചു വാരുന്ന ആൾക്ക് കൊടുക്കുന്ന മാസ ശമ്പളം GDPയിൽ റിഫ്ലക്ട് ചെയ്യണം. അതാണ് നമ്മുടെ മുമ്പിലുള്ള എക്കണോമിക്സ് പറയുന്നത്. അപ്പൊ അങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കണക്കുകൾ കള്ളമാണ്. ഇനി അതിനപ്പുറത്ത് താങ്കൾ പറഞ്ഞത് എന്താ, സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെടണമെന്ന്. കേരളത്തിൽ വ്യവസായശാലകൾ, സംരംഭങ്ങൾ വരാതിരിക്കാനുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പേരെന്താണെന്നറിയോ? CPM, CITU, DYFI എന്ന. ഈ കേരളത്തിൽ ഈ വ്യവസായശാലകളും സംരംഭങ്ങളും വരാതെ തടസ്സം ചെയ്യുന്ന ആ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പേരാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി നിങ്ങൾ പറഞ്ഞ ഗെയിൽ പൈപ്പ് ലൈൻ വന്നപ്പോൾ ആരോ സമരം ചെയ്യുന്നത്? സമരം ചെയ്തേ P. രാജീവ. ഭൂമിക്കടിയിലെ ബോംബാണെന്ന് പറഞ്ഞ്, ബോംബിന് മേലെ ജീവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് നാട്ടുകാരെ പേടിപ്പിച്ചത്, ഭൂമി ഏറ്റെടുക്കുന്നതിന് സമരം ചെയ്ത് ഈ ദേശീയപാതയുടെ വികസനം തടസ്സപ്പെടുത്തി വൈകിപ്പിച്ചത് CPMന്റെ നേതൃത്വത്തിലാണ്. നിങ്ങൾ സമരങ്ങളുടെ ചരിത്രം ഒന്നും പറയരുത്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ സമ്മിറ്റിൽ വന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതിനെ കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ വർഷം സ്റ്റാർട്ടപ്പ് പരിപാടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്രയാ ബജറ്റിൽ വെച്ചിരുന്നത്? 58 കോടി രൂപയാ. പക്ഷെ എത്രയാ ചെലവഴിക്കുന്നത്? 20 കോടി രൂപ മാത്രം. 10, 50, 60% വെട്ടിക്കുറച്ച സർക്കാർ. ഇൻഡസ്ട്രിയിലാണെങ്കിൽ 60% നിങ്ങൾ വ്യവസായ മേഖലയ്ക്ക് ബജറ്റിൽ നീക്കി വെച്ച ബജറ്റിന്റെ 10 ദിവികത്തിൽ വെട്ടിക്കുറച്ചത്. എന്നിട്ട് പറയാം നിങ്ങൾ വ്യവസായ സൗഹൃദമാക്കുമെന്ന്. നിങ്ങൾ ഇവിടെ ADB-ക്കാർ വന്നപ്പോ കരിയോയിൽ ഒഴിച്ചു ഓടിച്ചില്ലേ?
ഇല്ലേ? എയർപോർട്ടുകൾ ഏത് വന്നാലും നിങ്ങൾ സമരം ചെയ്യുമല്ലോ. നെടുമ്പാശ്ശേരിയിൽ ശർമ്മയുടെ നെഞ്ചത്തോടെ ഇറങ്ങിയ വിമാനത്തിലാ ഇന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത്. കണ്ണൂര് നിങ്ങൾ തടസ്സം ചെയ്ത വിമാനത്താവളത്തിലൂടെയാ നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ കയറി യാത്ര ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചിട്ട് നിങ്ങൾ ഇവിടെ വ്യവസായ വിസ്ഫോടനം കൊണ്ടുവരുന്ന എനിക്ക് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട്. 2020 ജനുവരി 11 ശനിയാഴ്ചത്തെ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജ് നിങ്ങൾ പറഞ്ഞതാണ്, എന്താ അതിനൊരു പേരുണ്ടായിരുന്നല്ലോ, അസറ്റ് കേരള. 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം സമാഹരിച്ചു കഴിഞ്ഞു എന്നാണ് ദേശാഭിമാനി പത്രം 2020 ജനുവരി 11 ശനിയാഴ്ച ഫ്രണ്ട് പേജിൽ പ്രസിദ്ധീകരിച്ചത്. എവിടെയാ അരുൺകുമാറെ ആ 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ? നിങ്ങൾ പറയണ്ടേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വ്യവസായ മന്ത്രി അടക്കമുള്ള ആളുകൾ 10 കോടി ചെലവഴിച്ച് 10 പേരുടെ സംഘമായിട്ട് ദാവോസിൽ പോയി എക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്തത് 10 രൂപയുടെ നിക്ഷേപം കൊണ്ടുവരാൻ പറ്റിയോ? സമീപ സംസ്ഥാനങ്ങളിൽ കർണാടകയും ആന്ധ്രയും തെലങ്കാനയും തമിഴ്നാടും ഒക്കെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ആർജിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആളുകൾ വിദേശ ടൂർ നടത്തി തിരിച്ചു വരുന്നു. മുഖ്യമന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വിദേശത്ത് വിനോദയാത്രയ്ക്ക് പോയതിന് സമാനമായിട്ട് നിങ്ങൾ കൊണ്ടുവന്ന അസറ്റ് കേരളയിൽ കൊണ്ടുവന്ന പദ്ധതി എന്താ? EMC ആഴക്കടൽ മത്സ്യബന്ധന കരാർ 4000 കോടി രൂപയുടെ മത്സ്യബന്ധന കരാർ ഉണ്ടാക്കുന്നു. ആരാ? ഷിജു എം വർഗീസ്. വാടകയ്ക്കെടുത്ത ഒരു കോട്ടുമായിട്ട് അമേരിക്കയിൽ നിന്ന് വന്ന ഷിജു എം വർഗീസ് കുണ്ടറയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോ അയാളുടെ അസറ്റ് എത്രയാണെന്നറിയോ? നിങ്ങൾ അസറ്റ് കേരളയിൽ പുകഴ്ത്തി പറഞ്ഞ ഷിജു എം വർഗീസിന്റെ അസറ്റ് 10,000 രൂപ. ഈ 10,000 രൂപയും വാടകയ്ക്കെടുത്ത ഒരു കോട്ടുമുള്ളവനെ കൊണ്ടുവന്ന് നിങ്ങളിവിടെ വികസന വിസ്ഫോടനം കൊണ്ടുവരുന്ന ആര് വിശ്വസിക്കും? ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട്. സിന്തൈറ്റ് 2000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എക്സ്ട്രാക്ട് എടുക്കുന്ന കമ്പനിക്കെതിരെ സമരം ചെയ്തത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള P. രാജീവായിരുന്നു. കിറ്റെക്സ് കമ്പനിക്കെതിരെ നിരന്തരം സമരം ചെയ്ത് അവരെ മറ്റ് സംസ്ഥാനത്തേക്ക് ഓടിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നത് CPM ആണ്. അതുപോലെ തന്നെ കൊച്ചൌസേപ്പ് ചിറ്റപ്പള്ളിയുടെ ഗതികേടിനെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടില്ലേ? മുത്തൂറ്റിൽ നിങ്ങൾ ചീമട്ടയും മീമെള്ളം എറിഞ്ഞത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? ഇനി മാഞ്ഞൂരിലെ ആ പ്രവാസി വ്യവസായി CPM ഭരിക്കുന്ന പഞ്ചായത്ത് ഓഫീസിന്റെ പുറത്ത് റോട്ടിൽ ബെഡ് ഇട്ട് കിടന്ന് സമരം ചെയ്ത് നമ്മൾ കണ്ടതല്ലേ? ആന്തൂരിലെ സാധന ആത്മഹത്യ ചെയ്ത് തിരുവാർപ്പിലെ ബസ് മുതലാളി തല്ലുകൊണ്ടത് കോവിഡിന്റെ സമയത്ത് ഫുഡ് കോർപ്പറേഷനിലേക്ക് കൊണ്ടുവന്ന അരിവണ്ടി പോലും തടസ്സം ചെയ്ത ഫുഡ് കോർപ്പറേഷനിലേക്ക് കൊണ്ടുവന്ന അരിവണ്ടി പോലും തടസ്സം ചെയ്ത അല്ല നിഷ, ഞാൻ അതിൽ തന്നെ പറയാം. ഈ അരുൺകുമാർ അല്പം മുമ്പ് ആ PSC റാങ്ക് ഹോൾഡറെ ഒരുപാട് വെല്ലുവിളിച്ചല്ലോ കേരളത്തിൽ. അപ്പൊ എനിക്ക് തിരിച്ച് അരുൺകുമാറാണ് ഈ ചർച്ചയിൽ അരുൺകുമാർ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ ഞാൻ ഒന്ന് തിരിച്ചു പറയാം. അരുൺകുമാർ അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ തിരുത്തണം. അരുൺകുമാർ ഒരുപാട് വട്ടം മനോരമയുടെ പത്രത്തെ എൻഡോഴ്സ് ചെയ്താണല്ലോ സംസാരിച്ചത്. കേന്ദ്ര സർക്കാർ 30 പരിഷ്കാരങ്ങളെയാണ് പരിശോധിച്ചതിലേ 2 മാത്രമേ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട്, ആകെ 9 സ്ഥാനത്തിൽ മാത്രമേ കേരളം 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ളൂ. അതിൽ 2 മാത്രമാണ് വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ളൂ. ഒന്ന് ലൈസൻസ് കൊടുക്കുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ K-SWIFT അത് ശരിയാണ്. രണ്ടാമത് നികുതി പിരിവ്, അത് പിരിക്കാത്തത് കൊണ്ട് അതും ശരിയാണ്. അത് നോക്കി ഓൺലൈൻ ഏകജാലക സംവിധാനം, അത് വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണോ? അടുത്ത് നഗരസഭകൾ നൽകുന്ന വിവിധ സാക്ഷ്യപത്രങ്ങൾ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടതാണോ? റവന്യൂ വകുപ്പ് നൽകുന്ന വിവിധ സാക്ഷ്യപത്രങ്ങൾ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടതാണോ? പൗരന്മാർക്ക് നൽകുന്ന വിവിധ അനുമതികൾ പൗരന്മാർക്ക് നൽകുന്നത് അത് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാനാണോ? സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനം 1ാം സ്ഥാനത്താ, അത് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാനാണോ? സംസ്ഥാനത്തെ ഗതാഗത സംവിധാനം, അടുത്തത് സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനം, ഇതൊക്കെ എങ്ങനെയാ വ്യവസായ സൗഹൃദമാകുന്നു പറയുമ്പോൾ നിങ്ങൾ ഈ 9 മുൻപിൽ വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ഡിജിറ്റൽ സ്ക്രീനിലൊന്നും കാണിക്കേണ്ട. ഞങ്ങളും പത്രം വായിക്കുന്ന, ഞങ്ങളും ഈ വെബ്സൈറ്റ് ഒക്കെ കാണുന്ന. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, P. രാജീവ് വ്യവസായ മന്ത്രി ആയതിനു ശേഷം ആകെ കൊണ്ടുവന്നത് ആ കളമശ്ശേരിയിൽ ഒരു U-turn ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഒരു കത്രിക മാത്ര. ആ കത്രികയ്ക്ക് കട്ട് ചെയ്യാൻ വന്ന വള്ളി പോലും വല്ലവനും കെട്ടിവെച്ചതാ. UDF-ന്റെ കാലത്ത് മെട്രോ റെയിൽ കൊണ്ടുവന്നു, V. രാജീവിന്റെ കാലത്ത് U-turn കൊണ്ടുവന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഒരു വള്ളി പോലും മേടിച്ച് കെട്ടാത്ത വ്യവസായ മന്ത്രിയാണ് ഈ പറയുന്നത് ഞങ്ങൾ ഈസ് ഓഫ് ഡൂയിങ്ങിൽ ഒന്നാമതായിരുന്നു. ഈസ് ഓഫ് ഡൂയിങ്ങിൽ ഒന്നാമത് നിൽക്കുന്ന കേരളത്തിലെ ഈ മലപ്പുറത്ത് ഒരു മാർബിൾ കമ്പനി പൂട്ടിപ്പോയി, പരിപാടി നിർത്തി. ഏതാ? CIT-കാരുടെ ഭീഷണി കൊണ്ട്. ലുലു മാള് നിങ്ങൾ ഈസ് ഓഫ് ഡൂയിങ്ങിൽ ഭയങ്കര പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താ നിങ്ങളുടെ ദിനേശ് മണിയും P. രാജീവ് എന്ന് പറഞ്ഞ രാജ്യസഭ MP കൂടി അവിടെ നിരന്തരം ശല്യം ചെയ്ത് ലുലു മാളിനെ എങ്ങനെ തുറന്നുവെക്കാനൊക്കെ നോക്കിയെന്നൊക്കെ ചരിത്രം പറയും. ഇന്നലെ 10,000-ലധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങളന്ന് പറഞ്ഞത് അതിനെ പോസിറ്റീവായി കാണണ്ടേ എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് കാണണം. അതിനു മുമ്പ് കേരളം ഇന്ന് അനുഭവിക്കുന്ന വ്യവസായങ്ങളുടെ സംരംഭങ്ങളുടെ ശവപ്പറമ്പായി മാറാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം CPM-നാണെന്ന് ഏറ്റെടുത്ത് മാപ്പ് പറഞ്ഞിട്ട് വേണം പറയാൻ. നാളെ ഭാവി ഉണ്ടെന്ന് പറയാം. പക്ഷെ ഇന്ന് വരെ സംഭവിച്ചതിന്റെ ഉത്തരവാദിത്തം CPM ഏറ്റെടുത്ത് മാപ്പ് പറയണം. ഇവിടുത്തെ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പോകുന്നതിന്റെ കാരണം CPM ആണെന്ന്. ഇവിടുത്തെ ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനും ജോലിക്കും പോകുമ്പോ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ A. വിജയരാഘവൻ പറഞ്ഞെന്താ? വിദേശത്ത് പാത്രം കഴുകാൻ പോകുന്ന
ആക്ഷേപിക്കുക ചെയ്ത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക്. അപ്പൊ നിങ്ങൾ അതിൽ ആദ്യം മാപ്പ് പറയണം, എന്നിട്ട് പറയണം നാളെ മുതൽ അടുത്ത 10 വർഷക്കാലം ഞങ്ങൾ പ്രതിപക്ഷത്ത് വന്നാലും ഒരു രീതിയിലും ഞങ്ങൾ സമരം ചെയ്യില്ല എന്ന് നിങ്ങൾ പറയണം. നിങ്ങളുടെ അനാവശ്യ സമരങ്ങൾ കൊണ്ട് പൂട്ടിപ്പോയ സ്ഥാപനങ്ങൾ നിങ്ങൾ ഭരണപക്ഷത്തിൽ ഇരിക്കുമ്പോൾ പോലും CIT സമരം കൊണ്ട് ഒരു മാസം നിങ്ങൾ ഏറ്റെടുക്കണം.